കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് രക്ഷ. യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് എന്തുള്ളത്? ആത്മരക്ഷയുള്ളത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് നമുക്ക് രക്ഷ സ്തോത്രം ലഭ്യമാവുന്നത്. ക്രിസ്തുവിൻ്റെ വചനം വിശ്വസിക്കുന്നതിലൂടെയാണ് നമുക്ക് ആത്മരക്ഷ കിട്ടുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പത്രോസിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രസംഗമാണെന്ന് തോന്നുന്നു പ്രവൃത്തി പുസ്തകത്തിലെ, മറ്റൊരുത്തനിലും രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിനിടയിൽ ഭൂമിയുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞത്. പൗലോസിൻ്റെ പക്ഷക്കാരോടും കേഫാൻ്റെ പക്ഷക്കാരോടും അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരോടും, നിങ്ങളെ ഈ പക്ഷമൊന്നും പിടിക്കില്ലേ, ഞങ്ങളിലൊന്നും രക്ഷയില്ല, ഞങ്ങളൊക്കെ മനുഷ്യരാണ്, ഞങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നവരാണ്, നിങ്ങളത് കേട്ട് വിശ്വസിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് രക്ഷ കിട്ടും. വിശ്വസിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്ന ഞങ്ങൾ ആരും ദൈവങ്ങളൊന്നുമല്ല, ആൾ ദൈവങ്ങളല്ല, ഇനിയിപ്പോൾ ആൾ ദൈവങ്ങളായിരിക്കുകയല്ലേ. ഒരു ഗുണം പിടിക്കാത്തവൻ പറഞ്ഞ് ദൈവം എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞ് അവൻ്റെ ശബ്ദത്തിൽ തന്നെ റെക്കോർഡ് ചെയ്ത് ഈ പോഷൻ ലോകം മുഴുവൻ കേൾപ്പിച്ചപ്പോൾ അവൻ തന്നെ പോഷനായി. സ്വയം നിന്ദിക്കപ്പെടുക മനുഷ്യൻ. മദ്രാസിലെ മോനും അല്ല ബാംഗ്ലൂരിലെ മോനും സ്വയം നിന്ന ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ ദൈവമക്കളെ ഒരു കാര്യം ഓർത്തുകൊള്ളണം, എനിക്കത് പറയുന്നതിൽ യാതൊരു മടിയുമില്ല. ഒരു പാസ്റ്ററും ഒരു പ്രസിഡന്റും ഒരു സെക്രട്ടറിയും ഒരു ഖജാൻജിയും ഒരു ദൈവദാസൻ എന്ന് പറയുന്നവന് യാതൊരു വിലയുമില്ല, നിലയുമില്ല. അവരെല്ലാം സാധാരണ മനുഷ്യരാ. ദൈവരെ ആക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആക്കി വെച്ച് അവൻ വിശ്വസ്തയോടെ നിന്നില്ലെങ്കിൽ അവൻ എന്താ പറ്റും? അവനെ ദൈവം മാറ്റിയിട്ട് വേറൊരാളാക്കും. ഇപ്പൊ എന്നെ ദൈവം വചനം പറയിപ്പിച്ചു, ഞാൻ വചനം പറയാതെ വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എന്നെ എടുത്ത് കളഞ്ഞിട്ട് ദൈവം വേറെ ആരെയാക്കും. ആ ദൈവത്തിന്റെ പണിയാ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. സഭ പണിയുന്നത് കർത്താവാ. സഭ കർത്താവിൻ്റെ വകയാ. ബാംഗ്ലൂരുകാരൻ്റെയും മദ്രാസിലെ മോൻ്റെയും ഒന്നും അല്ല സഭ. സഭ കർത്താവിൻ്റെതാ. അവരൊന്നും കർത്താവിൻ്റെ സഭയുടെ അംഗങ്ങളെ അല്ല. പൗലൂസ് നട്ടു. മദ്രാസിൽ നിന്ന് അദ്ദേഹം വന്ന് അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് അദ്ദേഹം വന്ന് ശുദ്ധമായ നിർമ്മലമായ ദൈവവചനം പ്രസംഗിച്ചു പോയെങ്കിൽ അദ്ദേഹത്തിന് ആ മാന്യത കിട്ടി തന്നെ. പക്ഷെ മാന്യത കിട്ടാനായിട്ട് അദ്ദേഹം ഒരു മാന്യനല്ല, ഫോഷ്കിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവനാ. അതുകൊണ്ട് അദ്ദേഹത്തെ പൊളിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ നാവിലൂടെ ദൈവം അവനെ എന്ത് ചെയ്തത്? പേപ്പർ വിലയാക്കി മാറ്റിയത്. മനസ്സിലാക്കി. ഈ ഭാഗം എന്നെ വളരെ സന്തോഷിപ്പിക്കുകയാണ്. പൗലൂസാര്, അപ്പൊല്ലോസാര്, കേഫയാര്, ഞങ്ങൾ ആരുമല്ല. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. നന്നായിട്ട് മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിനാണ് അവിടെ പൂർണ്ണ പ്രാധാന്യം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. യേശു ക്രിസ്തു അല്ലാതെ ഒരു പാസ്റ്ററും ഒരു ഉപദേശിയും ഒരു പ്രസിഡന്റും ഒരു സെക്രട്ടറിയും അതിനപ്പുറം കയറി പോകരുത്. ഇറവറൻഡ് എന്ന പദത്തെ ഞാൻ പൊളിച്ചു കളയുന്നതിൻ്റെ കാര്യം എന്താ? ഹിസ് നെയിം ഈസ് ഹോളി ആൻഡ് റെവറൻഡ് എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ കാണുന്നുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ എടുത്ത് പഠിച്ചാൽ ഹിസ് നെയിം ഈസ് ഹോളി ആൻഡ് റെവറൻഡ്, അവൻ്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. ആരുടെ നാമം? ദൈവത്തിൻ്റെ നാമം. അതൊരു മനുഷ്യനെടുക്കരുത്, റെവറൻസ്. അപ്പൊ റെവറൻറ്റ് പദം നമ്മൾ എടുക്കുമ്പോൾ ആരായി? ദൈവത്തോട് തുല്യനായി. അങ്ങനെ റെവറൻറ്റ് പദം എടുത്തവരെല്ലാം മുടിഞ്ഞ് നാരാണക്കല്ലായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് കുറേ പേരെ ഞാൻ സ്റ്റഡി ചെയ്തു, പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല. റെവറൻറ്റ് എന്ന് ആരൊക്കെ പേരെടുത്തിട്ടുള്ളൂ അവരെല്ലാം ദൈവം നിലംപരിചയാക്കിയിട്ടുണ്ട്. ഒന്നുകിൽ സമ്പത്ത് വാരി കൂട്ടി ജഡീകനായിപ്പോയി, അല്ലെങ്കിൽ മോറൽ വീക്ക്നെസ്സിൽ തകർന്ന് തരിപ്പണമായി, ഏതെങ്കിലും നിലയിൽ അവർ
ആത്മീയ അനുഭവങ്ങൾ നഷ്ടപ്പെട്ട് സാത്താൻ്റെ പിടിയിൽ അമർന്നുപോയ സംഭവം ഞാൻ വളരെ ശ്രദ്ധയോടെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ ഗതികെട്ട അനുഭവം വരാതിരിക്കാൻ. നമ്മളാരും വലിയ ആളാകണ്ട. പൗലൂസും പത്രോസും യോഹന്നാനും യാക്കോബൊന്നും ആരുമല്ലെന്ന് അവർ തന്നെ സമർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കാനുള്ള ചോദ്യം, ഈ പുതിയ നിയമത്തിൽ ദൈവപുത്രനായ യേശുക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏറ്റവും വലിയ കഥാപാത്രം ആരാ? പൗലൂസാണ്. ആ പൗലൂസ് പറയുന്നു ഞാൻ ആരുമല്ല, ഞാൻ ഏതുമല്ല. അപ്പോഴാണ് ഇവിടെ ചിലർ പറയുന്നത് ഞാൻ റവറൻഡ്, ഞാൻ ഡോക്ടർ, ഞാൻ ഇൻ്റർനാഷണൽ പ്രീച്ചർ, ഞാൻ ബൈബിൾ അധ്യാപകൻ, ഞാൻ വേദപുസ്തകം അരച്ചു കലക്ക് കുടിച്ച് പഠിപ്പിക്കുന്നവൻ. ഒന്നുമല്ല. പൗലൂസിനെ പോലെ അങ്ങ് താണിരുന്നാൽ മതി. പൗലൂസ് എന്താ പറഞ്ഞ്? 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം. അതുകൂടി പ്രസംഗിച്ചില്ലെങ്കിൽ ഇതൊരു സബ്ജക്റ്റ് ആയില്ലെന്ന് എനിക്ക് തോന്നിപ്പോവുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് 15-ാം അധ്യായത്തിൽ ഒത്തിരി ആത്മീക മർമ്മങ്ങൾ സംസാരിക്കുന്നുണ്ട്. 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ ഞാൻ പറയുന്നില്ല അത്. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിലനിൽക്കുന്നതും ഒക്കെ ഇങ്ങോട്ട് പറഞ്ഞു വന്നിട്ട് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെന്നേറ്റ് 3-ാം നാൾ ഉയർത്തെന്നേറ്റ് കേഫാവിന് പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി, അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു വന്ന് ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. അകാലപ്രജ ആരാണ്? അകാലപ്രജ ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം. സമയം തികയുന്നതിന് മുൻപ് പ്രസവിച്ച് വീഴുന്ന ഒരു കുഞ്ഞാണ് അകാലപ്രജ. സമയം ആകുന്നതിന് മുൻപ് പ്രസവിച്ച് വീഴുന്ന ഒരു മാംസപിണ്ഡത്തിനാണ് അകാലപ്രജ എന്ന് പറയുന്നത്. അപ്പോൾ പൗലൂസ് തന്നെ എത്രത്തോളം അങ്ങ് താഴ്ത്തിയെന്ന് നോക്കി. ഞാൻ ഒന്നുമില്ലാത്തവൻ, അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിനും യോഗ്യനല്ല. എങ്കിലും ഞാനാകുന്നത് തൻ്റെ കൃപയാൽ ആകുന്നു. ഞാനാകുന്ന കൃപയാലാകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചു. ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ. സഹോദരങ്ങളെ, നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. പൗലൂസ് ആരുമല്ല, പൗലൂസ് കൃപയാൽ ഒരു മനുഷ്യനാണ്. തൻ്റെ ലേഖനത്തിലൂടെ അത് വെളിപ്പെടുത്തുന്നു. പൗലൂസ് ആര്, അപ്പൊല്ലോസ് ആര്? ഇവിടെ പറയുന്നു താൻ അകാലപ്രജ പോലെയുള്ള ഒരു മനുഷ്യനാണ്, ഒരു ചാപിള്ള പോലെയാണ് ഞാൻ. ആ വാക്യം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഓരോരുത്തർ പറയും ഞാൻ റവറൻഡ്, ഞാൻ പ്രസിഡന്റ്, ഞാൻ സെക്രട്ടറി. എടുത്തു മാറ്റിക്കോണം ആ പേരൊക്കെ, അല്ലെങ്കിൽ സാത്താൻ നിന്നെ വിഴുങ്ങും. ഹല്ലേലൂയ. എനിക്കതങ്ങനെ പറയാനുള്ളതുകൊണ്ട് ഞാൻ പറയുക. നിങ്ങളാരും ആകണ്ട. ഈ കാത്തലിക് ചർച്ചുകളിൽ, ഈ CSI മാർത്തോമ യാക്കോബിയ ചർച്ചുകളിൽ റവറൻഡ് ഡോക്ടർ മാർ കുറിയാനോസ് ഡാഷ് എന്നൊക്കെ പറയും. അവർ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അവർക്ക് വയലവെളിപ്പാട് കിട്ടിയിട്ടില്ല. അവർ നടുക്കെട്ടും കെട്ടി തൊപ്പിയും വെച്ച് പുകയടിയും മണിയടിയും സകലവിധ പരിപാടിയായിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുക. ബാബിലോണ്യ സഭയുടെ സകല ആചാര അനുഷ്ഠാനങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. അവർക്ക് വയലവെളിപ്പാട് കിട്ടിയവരല്ല, അവർ രക്ഷിക്കപ്പെട്ടവരല്ല, അവർ സ്നാനപ്പെട്ടവരല്ല, അവർ പരിശുദ്ധാംശം പ്രാപിച്ചവരല്ല, അവർ വിശുദ്ധിയും വേർപാടിലും ജീവിക്കുന്നവരല്ല. അവരൊക്കെ ഈ ലോകപ്രകാരം പോകുന്നവരാ. ബാബിലോണ്യ സഭയുടെ സകലവിധ ദുഷിച്ച ആചാര അനുഷ്ഠാനങ്ങളും, അതിനൊരു ഭാഷാപ്രയോഗമുണ്ട്, പേഗൺ മത ആചാരങ്ങൾ, പേഗൺ മതങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങൾ, ജാതി ആചാരങ്ങൾ, അതാണ് ഈ സഭകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ മർത്തോമൻ CSI അതിൽ നിന്ന് വ്യത്യസ്തമാണ്. യാക്കോബ കത്തോലിക്ക, സിറിയനാകട്ടെ മറ്റായിക്കോട്ടെ, എല്ലാം അവരൊക്കെ ഒന്നുപോലെ നിൽക്കുന്നവരാണ്. മർത്തോമക്കാർ കുറേ വെളിച്ചം കിട്ടിയവരാ, CSIക്കാരും കുറേ വെളിച്ചം കിട്ടിയവരാ. എന്നാലും പല കാര്യങ്ങൾ അവർ കുരിശും കുറുപടിയൊക്കെ വിടാനുണ്ടെന്നാലും പോട്ടെ. അപ്പോൾ ഇവിടെ അവരൊക്കെ റവറൻഡ് പദം എടുക്കുന്നതിലും ഡോക്ടർ പദം എടുക്കുന്നതിലും അവർക്ക് അതിനെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല. ഇത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പെന്തക്കോസ്ത് പാസ്റ്റർമാരെ കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ താറാവിൻ്റെ പുറകെ നടന്നവരും, കാക്കാച്ചിന് വകയില്ലാതെ ഒരു നേരം മാത്രം ഭക്ഷിച്ചുകൊണ്ട് സുവിശേഷ വേല ചെയ്ത കർത്താവിൻ്റെ ദാസന്മാരായവരുടെ മക്കൾമാർ പാസ്റ്ററായപ്പോൾ അവർ റവറൻഡായി, ഡോക്ടറായി, 1, 2, 3 കല്യാണവും കഴിച്ച് 11 കോടിയുടെ വീടും പിന്നെ 16,000 കോടിയുടെ ആസ്തിയും
ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ക്ഷമിക്കുക. സിനിമാ ഫീൽഡിലെ സംഗീത സംവിധായകനായ റഹ്മാൻ 2000 കോടിയുടെ ആസ്തിയുണ്ട്. ഭാര്യ ഭർത്താവും തമ്മിൽ പാലക്ക പിരിഞ്ഞ പോലെ ഇരിക്കുന്നു. എന്ത് ഗുണം? എടാ, 2000 കോടി രൂപയുടെ ആസ്തി എന്ന് പറയുമ്പോൾ ഒരു മാസം എത്ര ലക്ഷം രൂപ വരുമാനമുണ്ട്? അത് ചിന്തിക്കുക. ഈ കാശ് മേടിച്ച് ഭംഗിയായിട്ട് ജീവിക്കാൻ അവന് പറ്റുമോ? അപ്പൊ പണം മനുഷ്യന് സമാധാനം തരുന്നില്ലെന്നല്ലേ? വേർപിരിഞ്ഞെന്നാ കേട്ടെ. ഇപ്പൊ ബന്ധം വേർപിരിഞ്ഞു. അതുപോലെ പലരും നമ്മുടെ ക്രൈസ്തവ ഗാനം പാടുന്ന ഒരു അന്നാ ജോസ് ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു കൊച്ചുകുട്ടി, ഡിവോഷണൽ സോങ്സ് ഒക്കെ പാടിക്കൊണ്ടിരിക്കുക. അതും പറഞ്ഞ് എനിക്ക് വേണ്ട നിന്നെ. സിനിമാ ഫീൽഡിലേക്ക് നമ്മൾ പോകേണ്ട, അത് പറയേണ്ട കാര്യമില്ല. അതൊക്കെ അവരിങ്ങനെ രാവിലെ ഒന്ന് കഴിക്കും, വൈകുന്നേരം ഒന്ന് കഴിക്കും. പാരീസ് പോലെയാ, വസ്ത്രം മാറ്റുന്ന പോലെയാ. ഹേമ കമ്മീഷനല്ല, ഏത് കമ്മീഷനെ വെച്ച് അന്വേഷിച്ചാലും ഒരു ഗുണവുമില്ല. അവരാരും പിടിക്കപ്പെടുകയില്ല. അവരൊക്കെ അങ്ങനെ തന്നെ പോകും. അതെല്ലാം സാത്താൻ്റെ കീഴിൽ കിടക്കുന്നവരാ. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ. ഈ ലോകത്തിൻ്റെ ദൈവം സാത്താൻ, ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താൻ. ദൈവപ്രതിമയായ ക്രിസ്തുയേശുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിലെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ ലോകത്തിൻ്റെ ദൈവം സാത്താനാ. അപ്പം സാത്താൻ്റെ നിയന്ത്രണത്തിൽ കിടന്ന സിനിമാ കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് തൊട്ടുപോയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ മലയാളിയുടെ ഇടയിൽ കിടക്കുന്ന വിഷയങ്ങളായതുകൊണ്ട് മാത്രം ഒന്ന് തൊട്ടെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് തന്നെ ചിലപ്പോൾ ചിന്തിച്ചു പോകാറുണ്ട്. എങ്കിലും ചെറിയൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഭൗതികം വർദ്ധിച്ചാൽ കുടുംബബന്ധം തുടരണമെന്നില്ല. നമ്മുടെ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ഒരു കളിക്കാരനുണ്ടായിരുന്നു, ഞാൻ പേര് ഓർക്കുന്നില്ല. കുടുംബബന്ധം തകർന്നു പോയി. ഹല്ലേലൂയ, സ്വത്രം. ഇന്ന് കാണുന്ന സിനി ഫീൽഡിലുള്ളവരും സ്പോർട്സ് ഫീൽഡിലുള്ളവരൊക്കെ അവരൊക്കെ കുറേ കഴിയുമ്പോൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് വേറെൻ്റെയൊക്കെ പുറകെ പോവുക. കാരണം അവർ ലോകത്തിൻ്റെ വ്യവസ്ഥിതിയിൽ പോകുന്നവരാണ്. സാത്താൻ്റെ നിയന്ത്രണത്തിലാണ് അവരുടെ ജീവിതം. അതെന്തുമായിക്കൊള്ളട്ടെ. എനിക്ക് പറയാനുള്ളത് ഭക്തന്മാരെ കുറിച്ചാ. തിരുവനന്തപുരത്ത് ഒരു പാസ്റ്ററുണ്ടോടെന്ന് കാറിൽ പ്രസംഗിക്കുക, ഭാര്യയും കൊണ്ട് വേറൊരുത്തം പോയി. ഇയാൾ വേറൊരുടെ ഭാര്യ അടിച്ചെടുത്താണോ അതോ വേറെ കല്യാണം കഴിച്ചതെന്ന് അറിയത്തില്ല. തട്ടുപൊളിപ്പം പ്രസംഗം നടന്നുകൊണ്ടിരിക്കുക. അപ്പം എന്നാ വിശുദ്ധി ഉണ്ടതിൽ? എന്നാ വേർപാടുണ്ടതിൽ? എൻ്റെ 10-60 വയസ്സായി, ഇന്നും 30-കാരനെ പോലെ ഇരിക്കുക. ബാക്കി ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പൗലൂസും പത്രോസും യോഹന്നാനും യാക്കോബും യൂദയൊന്നും അവർ സാധാരണ മനുഷ്യരായി അവരെ തന്നെ വചനത്തിലൂടെ വെളിപ്പെടുത്തി. ഇന്ന് 10, 25, 30 വയസ്സായവരൊക്കെ വേദോത്സവത്തിൻ്റെ ABCD എന്തെങ്കിലും കുറച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് ആൾ ദൈവങ്ങളായി മാറിയിരിക്കുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടു, പാസ്പോർട്ടുമായിട്ട് ചെന്ന വിസ അടിച്ചു കൊടുക്കുന്ന കള്ളപ്രവാചകനാ. എങ്ങനെയുണ്ട്? ബഹറിലേക്ക് പോകാനിരുന്ന ഒരു സഹോദരിയോട് പറയാ, ഞാൻ നിന്നെ അമേരിക്കയിൽ അയക്കാൻ പോവാ. ഇതെന്താണിത്? പിന്നെ വസ്തു ജപ്തി ചെയ്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഞാനത് അഴിച്ചു തരാമെന്നാ പറയണേ. എൻ്റെ പൊന്നെ, ഇതൊക്കെ നടക്കുമെന്നേ. മത്തായിയുടെ സുവിശേഷം വായിച്ചേ, 21-22 വായിച്ചേ. നമ്മുടെ കർത്താവ് പറഞ്ഞത് സത്യമല്ലേ? 21-22 പെട്ടെന്ന് വായിച്ചേ. എല്ലാവരും കാണാപ്പാഠം പഠിച്ചിരിക്കേണ്ട വാക്യമാണ്. 20ഉം 21ഉം പഠിച്ചിരിക്കണം. 22 മത്തായി 7:21 കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. എന്നാൽ 22 എന്താ പറയുന്നത്? മത്തായി 7:22. മത്തായി 7:22. എൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രവചിക്കുകയും എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തും പറയും. മനസ്സിലായോ? നിങ്ങൾ ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ ശരിയാ.
യേശുവിൻ്റെ നാമത്തിലല്ലേ ഭൂതം പോയത്? യേശുവിൻ്റെ നാമത്തിൽ ലോറി കിട്ടിയത്? യേശുവിൻ്റെ നാമത്തിൽ വിസ സ്റ്റാമ്പ് ചെയ്ത്? യേശുവിൻ്റെ നാമത്തിലല്ലേ ജപ്തി അടിച്ചു വിട്ടത്? യേശുവിൻ്റെ നാമത്തിലല്ലേ കടഭാരം മാറിയത്? യേശുവിൻ്റെ നാമത്തിലല്ലേ BMW കാറ് കിട്ടിയത്? യേശുവിൻ്റെ നാമത്തിലല്ലേ വീട് കിട്ടിയത്? പ്രാർത്ഥിച്ചപ്പോൾ എല്ലാം ശരിയാ, കിട്ടി. പക്ഷേ ഇതെല്ലാം അധർമ്മമായിരുന്നു. എന്നെ വിട്ടു പോകുവിൻ, ഞാൻ ഒരു നാളും നിങ്ങളെ. അതിൻ്റെ അർത്ഥം എന്താ? നിത്യതയിൽ അവർ കാണത്തില്ലെന്നല്ലേ? സ്വർഗരാജ്യം അവർക്ക് വേണ്ടി അടയ്ക്കപ്പെടുമെന്നല്ലേ അതിൻ്റെ അർത്ഥം? എന്താ മനസ്സിലാകാത്തത്? അപ്പൊല്ലോസാര്, പൗലോസാര്, കേഫയാരെന്ന് പറഞ്ഞ് അവരവരെ തന്നെ താഴ്ത്തി ക്രിസ്തുവാണ് ഏറ്റവും വലിയവനെന്ന് ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടി, ദൈവപുത്രനായ യേശു ക്രിസ്തുവും പിതാവുമാണ് ഏറ്റവും വലുതെന്ന് ഉയർത്തിക്കാട്ടി അവരവരെ തന്നെ താഴ്ത്തി സാധാരണ മനുഷ്യരാക്കി അവരെ പ്രസംഗിച്ച് ഉപദേശങ്ങളിലൂടെ അവർ പറഞ്ഞു വെച്ചിരിക്കുമ്പോൾ, ഇവിടെ ഇന്നലെ ബൈബിൾ കോളേജിൽ പോയി 2-3 വർഷം പഠിച്ചിട്ട് വന്നിട്ട് ഞാൻ റവറൻഡ്, ഞാൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നിന്നെപ്പോലെ അസംബന്ധം പറയുന്നവൻ ലോകത്തിൽ വേറെ കാണത്തില്ല. അതുകൊണ്ട് ദൈവസനിൽ താണിരിക്കുക. ആ റവറൻഡ് പട്ടവും ഡോക്ടർ പട്ടവും ഒക്കെ എടുത്ത് ദൂരെ കളയുക. ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ച് കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച് വിശ്വസ്തയോടെ നല്ല ദാസനെ ദാസി എന്നുള്ള വിളി കേൾക്കാൻ നമ്മൾക്ക് ഒരുങ്ങിയിരിക്കാം എന്ന് ഞാൻ ഈ വചനത്തിലൂടെ നിങ്ങളെ പ്രബോധിപ്പിക്കുക. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്തും രക്ഷിക്കപ്പെടാൻ നമുക്ക് ദൈവശക്തിയാണ്. വചനം പ്രസംഗിച്ചാൽ മതിയാ. വചനത്തിന് ശക്തി ഉണ്ടല്ലോ. വചനത്തിൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമാണ്. യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് ഏറ്റവും പ്രധാനം. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത, ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ, ബുദ്ധിമാന്മാരുടെ ബുദ്ധി. എന്താ അങ്ങനെ പറയാനുള്ള കാര്യം? ലോകത്തിന്റെ ജ്ഞാനം ദൈവം പോഷകമാക്കിയിരിക്കുക. അത് ഇനിയും ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല. ലോകത്തിന്റെ ജ്ഞാനം പോഷകമാണ്. നിങ്ങൾ ഈ നാസയിലെ, അമേരിക്കയിലെ നാസയിലെ ശാസ്ത്രജ്ഞന്മാരും അവരുടെ ആ ജ്ഞാനങ്ങളൊക്കെ അത് ലോകത്തിലെ ജ്ഞാനം കൊണ്ടാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ദൈവിക ജ്ഞാനമല്ല, സ്വർഗീയമായ ജ്ഞാനമല്ല അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ചില ഭക്തന്മാരായിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. ശരിയായിരിക്കാം, ഞാനതിനെ എതിർപ്പൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ ആവറേജ് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ചന്ദ്രനിൽ പോകുന്നതും വലിയ വലിയ സൗധങ്ങൾ കെട്ടിപ്പൊക്കുന്നതും വലിയ യുദ്ധോപകരണങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതും ഇസ്രയേലിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ലോകോത്തരമാണ്. ലേസർ രശ്മി കൊണ്ട് ശത്രുവിനെ ആക്രമിക്കുന്നു. പേജറുകൾ പൊട്ടിത്തെറിച്ച് ഇറാനിൽ എത്രയോ പേരൊക്കെ മരിച്ച ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ബുദ്ധി വൈഭവം വളരെ വലുതാണ്. പക്ഷെ അത് ദൈവസനയിൽ ഒന്നുമല്ലെന്നായി പറഞ്ഞു വരുന്നത്. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷകമാക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ, ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് എന്താ ഈ പ്രസംഗത്തിൻ്റെ പോഷത്വം എന്ന് പറഞ്ഞാൽ? എനിക്കത് അറിയില്ലായിരുന്നു. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. ആദാമ്യ പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവപുത്രനായ യേശുക്രിസ്തു ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നു. ആ യേശുക്രിസ്തു എൻ്റെയും പാപത്തിന് വേണ്ടി മരിച്ചു സഹോദര എന്ന് നാം പ്രസംഗിക്കുമ്പോൾ അത് കേട്ട് ഏവനെങ്കിലും ഒരുത്തൻ അത് വിശ്വസിച്ച് മുമ്പോട്ട് വന്നാൽ അവൻ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി തീരും. പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ ജനത്തെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അല്ലാതെ എൻ്റെയും നിൻ്റെയും കുറേ ഇറക്കം അങ്ങോട്ട് പ്രസംഗിക്കുകയല്ല. കുറേ ജ്ഞാനവും കുറേ അറിവും കുറേ കഴിവും പ്രസംഗിച്ച് കൂട്ടി അവൻ ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ട. യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ മതി. യേശുക്രിസ്തു മരിച്ചെന്നും യേശുക്രിസ്തു അടക്കപ്പെട്ടെന്നും മരിച്ചവരിൽ നിന്ന് ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റെന്നും ആ യേശുക്രിസ്തു ദൈവം അയച്ച മാനവജാതിയുടെ വീണ്ടെടുപ്പുകാരനെന്നും രക്ഷാനായകനെന്നും പാപപരിഹാരകനെന്നും നീ വിശ്വസിക്കുമ്പോഴാണ് നിനക്ക് രക്ഷ കിട്ടുന്നത്. ആധുനിക മനുഷ്യനോട് അത് പറഞ്ഞാൽ അവന് പോഷത്വമാണ്.
അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രസംഗത്തിന്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലൂസിനെ പോലെ, പത്രോസിനെ പോലെ, കേഫാനെ പോലെ, യോഹന്നാനെ പോലെ നമ്മൾ ആരുമല്ല. നമ്മൾ ദൈവം ആക്കി വെച്ചവരാണെന്നും നമ്മൾ വചനം പ്രസംഗിക്കാനുള്ള കൂലിവേലക്കാരാണെന്നും നമ്മൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ആ ക്രിസ്തുവിൽ വിശ്വസിച്ച് വരുന്നവനെ ദൈവമാണ് രക്ഷിക്കുന്നത്. നമ്മൾ ആരുമല്ല, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്നവൻ അത്രേ എന്നുള്ള നിലയിൽ നാം ക്രിസ്തുവിന് മഹത്വം കൊടുത്തുകൊണ്ട് ഓരോ ദിവസം മുമ്പോട്ട് പോകണം. നാം ആരും ഡോക്ടറും റവറൻറ്റും ഒന്നും ചമയാൻ തുനിയരുത്. പ്ലീസ്, ദൈവത്തെ ഓർത്ത്. നിന്റെ വാക്ചാതുര്യം ഒന്നും ഒരു മനുഷ്യനെയും രക്ഷിക്കത്തില്ല. നിന്റെ അറിവും കഴിവും ഒന്നും ആരെയും രക്ഷിക്കത്തില്ല. അതാണ് പൗലോസ് പറഞ്ഞ എൻ്റെ വചനമെന്ന പ്രസംഗം ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പൗലോസ് പ്രസംഗിച്ചപ്പോൾ, പത്രോസ് പ്രസംഗിച്ചപ്പോൾ 3000 പേർ രക്ഷിക്കപ്പെട്ടു. പല സ്ഥലങ്ങളിലും അവർ ആത്മാവിൽ നിറഞ്ഞ് ദൈവവചനം പ്രസംഗിച്ചപ്പോൾ ജനം രക്ഷിക്കപ്പെട്ടു. നമ്മുടെ മിടുക്കാണെന്ന് ചിന്തിക്കല്ലേ, നമ്മുടെ കഴിവാണെന്ന് ചിന്തിക്കല്ലേ, നമ്മുടെ അറിവാണെന്ന് ചിന്തിക്കല്ലേ. ഇന്നത്തെ ക്രൈസ്തവ കോളത്തിന് സംഭവിച്ചിരിക്കുന്ന പുഴുക്കുത്ത് അതാണ്. ലോകത്തിലെ ജ്ഞാനം മുഴുവൻ അവർ പ്രാപിച്ചെടുക്കാൻ ശ്രമിക്കും. ഏതെല്ലാം ബിബ്ലിക്കൽ പുസ്തകങ്ങൾ വായിക്കാമോ അതെല്ലാം വായിക്കും. അവസാനം നിരീശ്വരവാദിയായി തീർന്നവർ വരെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ശുദ്ധമായ ദൈവവചനം വായിച്ചു പഠിക്കേ. നിർമ്മലമായ ദൈവവചനം, പത്യവചനം, പത്യോപദേശം, ബിബ്ലിക്കൽ ബുക്സുകൾ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാം കുറേയൊക്കെ നല്ലതാ. ഈ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയാത്തൊരു കാലമായി മാറിയിരിക്കുക. ഇപ്പോൾ പുസ്തകം എഴുതി ഉണ്ടാക്കി വിറ്റ് കാശാക്കുന്ന മാന്യന്മാരും നമ്മുടെ ഇടയിൽ സുലഭമായിട്ട് വിരഹിക്കുന്നുണ്ട്. എനിക്കറിയാം വലിയ ഇൻ്റർനാഷണൽ പാസ്റ്റർമാർ പലരെയും. അവർ പ്രസംഗിക്കാൻ വന്ന് അവർ പറയും, ഞാൻ കുറേ പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിൽ എഴുതിയിരിക്കുന്ന 250 രൂപയാണെന്ന്. നിങ്ങൾ 250, 300 കൊടുക്കണ്ട, ഒരു വലിയ തുക കൊടുത്ത് തന്നെ വേലയ്ക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി വാങ്ങിക്കോ എന്ന് പറയുന്ന ദ്രവ്യാഗ്രഹികളും ഇല്ലാതില്ല. സ്വത്രം. ഏതൊക്കെ നിലയിലാ തട്ടിപ്പ് നടക്കുന്നത്. 250 രൂപയ്ക്ക് എഴുതിയ പുസ്തകം 250 കൊടുക്കണ്ട, ഒരു 10,000 രൂപ കൊടുത്ത് വാങ്ങിയെടുത്ത് വേലയെ പ്രയോജനപ്പെടുത്താൻ. ഏറെ വേലയ്ക്ക്? പാസ്റ്റർക്ക് തിന്നാൻ കൊടുക്കാനായി പറയണേ. ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറയുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തട്ടിപ്പ് വിവിധ നിലയിൽ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഫോളോ ചെയ്യാനുള്ള ഒരൊറ്റ മാർഗം ഈ പൗലൂസിൻ്റെ പഠിപ്പിക്കല, പത്രോസിൻ്റെ പഠിപ്പിക്കല. പൗലൂസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ 5 അപ്പോസ്തലന്മാരാണ് സഭയെ പഠിപ്പിച്ചിരിക്കുന്നത്. ലൂക്കോസ് ഉണ്ട്, പ്രവൃത്തി പുസ്തകവും ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതിയിരിക്കുന്നു. പിന്നെ മത്തായി, മാർക്കോസ് അവരുമുണ്ട്. ആ സുവിശേഷങ്ങളും ലേഖനങ്ങളും വായിച്ചു പഠിക്കേ. നമുക്ക് ആവശ്യമായ മെറ്റീരിയൽസ് ഇതിൽ നിന്ന് കിട്ടും. സുവിശേഷങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും നമുക്ക് ആവശ്യമായ ഉപദേശ സത്യങ്ങൾ നമുക്ക് കിട്ടും. ലേഖനങ്ങളുടെ പ്രത്യേകത, സുവിശേഷങ്ങളുടെ പ്രത്യേകത തരംതിരിച്ചു പഠിച്ചാൽ, സുവിശേഷം 4 സുവിശേഷം കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. സഭയെ കർത്താവ് പഠിപ്പിച്ചില്ല. സഭയെ പഠിപ്പിക്കുവാൻ സുവിശേഷങ്ങളിൽ നമുക്ക് ഉദ്ധരിക്കാം, നല്ലതാണ്, അതങ്ങനെ തന്നെ ആകണം. എന്നാൽ സഭയെ പഠിപ്പിക്കുവാൻ കർത്താവ് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു. മത്തായി 28:20 ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ്റെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവെന്ന് കർത്താവ് പറഞ്ഞു. ശിഷ്യന്മാരത് ചെയ്തു. ഇന്നത്തെ ശിഷ്യന്മാർ എന്തോ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അവരോട് തന്നെ ചോദിക്കണം. എന്തൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സാത്താൻ ഇതിൻ്റെ ഇടയിൽ കിടന്ന് മുതലെടുക്കുക. 2 തെസ്സലോനിക്കർ 2:15 ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ എന്ന് അപ്പോസ്തലൻ എഴുതി വെച്ചത്. വാക്കിനാൽ തന്ന പ്രമാണം പ്രവൃത്തി പുസ്തകത്തിലും, ലേഖനങ്ങളിലൂടെ തന്ന പ്രമാണം റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ, അല്ലെങ്കിൽ വെളിപ്പാട് 1, 2, 3 വരെ. ഇതാണ് നമ്മുടെ പ്രമാണം. ഈ പ്രമാണമാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം, പത്യവചനം, പത്യോപദേശം എന്ന് പറയുന്നത്. രാജകീയ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനം, ഭക്തികൊത്തുപദേശം എന്നൊക്കെ പറയുന്നത്. പൗലോസ് പറയുന്ന ഒരു വലിയ പ്രയോഗമുണ്ട്. ഗലാത്യർ 2:6-2 തമ്മിൽ ഭാരങ്ങളെ ചുവപ്പിൻ. ഇന്ന് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം
നിവർത്തിപ്പീൻ. ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം. അപ്പം അതാണ് നമ്മൾ അനുസരിക്കേണ്ടത്, അതാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത്, അതാണ് സഭയെ പഠിപ്പിക്കേണ്ടത്. സുവിശേഷങ്ങളും ലേഖനങ്ങളും സഭയെ ആഴമായി പഠിപ്പിച്ച് ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവിലേക്ക് വിശ്വാസികളെ വളർത്തിയെടുത്ത് കൊണ്ടുവന്നാൽ അവർ സ്വർഗത്ത് പോകും. അല്ലെങ്കിൽ ആരും സ്വർഗത്ത് പോകാൻ കാണത്തില്ല. എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിൽ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് അപ്പോസ്തലനായ പൗലൂസാണ് ആധികാരികമായി പഠിപ്പിക്കുന്നത്. കർത്താവും പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ. 1 തെസ്സലോനിക്കർ 5:13 മുതൽ 20 വാക്യങ്ങൾ വായിച്ചു പഠിച്ച ഇതുവല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ഇത് മനസ്സിലാക്കി നമ്മൾ പ്രബോധിപ്പിച്ച് പ്രസംഗിച്ച് സഭയെ ആത്മീയമായി ഉണർത്തിയെടുക്കണം. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യുന്ന എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനിയുടെ ശാസ്ത്രിയുടെ ലോകത്തിൻ്റെ താർക്കികനിവിടെ. ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായികൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ ജ്ഞാനമന്വേഷിക്കുകയും യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനമന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജ്ഞാനികൾക്ക് പോഷത്വമെങ്കിലും യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ, ക്രിസ്തുവിനെ പ്രസംഗിക്കുക. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിലൂടെയുള്ള ലഭ്യമാകുന്ന നിത്യജീവനെ കുറിച്ച് പ്രസംഗിക്കുക. യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സ്വർഗരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുക. യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന സ്വർഗീയമായ അനുഗ്രഹങ്ങളെ കുറിച്ച് പ്രസംഗിക്കുക. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ ആ ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കുക. അതാണ് യഥാർത്ഥ പ്രസംഗം. അല്ലാത്തതൊന്നും യഥാർത്ഥ പ്രസംഗമായിരിക്കുന്നില്ല. അതുകൊണ്ട് വലിയ വിശേഷങ്ങളൊന്നും കാണത്തില്ല. സ്തോത്രം. ഉപദേശം പ്രസംഗിച്ച് ജനത്തെ കർത്താവിൻ്റെ വരവിനുവേണ്ടി ഒരുക്കുക, മണവാട്ടിയെ ഒരുക്കുക. ഒരാക്ഷരിക മണവാട്ടിയെ ഒരുക്കാനായിട്ട് ഒരു കന്യകയെ ഒരുക്കി മണവാട്ടി പദത്തിൽ എത്തിക്കാനായിട്ട് എത്രയോ ശ്രമങ്ങൾ നടത്തുന്നു. എനിക്കറിയാം, ജാതികളുടെ ഇടയിൽ ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ കല്യാണം നടന്ന നാളെ കല്യാണം, ഇന്ന് രാത്രി ഉറക്കമില്ല. മണവാട്ടിയെ ഒരുക്കുക. രാവിലെ ഒരു മണിക്കൊക്കെ എഴുന്നേറ്റ് ഒരുക്കലാണ്. അങ്ങോട്ട് ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഒരുക്കുകയാണ്. കാലില് എന്ത് തേക്കുന്നു? സിന്ദൂരം. അതിന് വരെ കൂട്ടക്സ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കയ്യിലും കാലിലും കൂട്ടക്സും. എൻ്റെ പൊന്നെ, ദേഹത്തൊക്കെ പുട്ടിയെല്ലാം അടിച്ച്, വണ്ടിക്ക് പുട്ടി അടിക്കുന്ന പോലെ പുട്ടിയടിച്ച് തേച്ച് മിനുക്കി. പെന്തക്കോസാര് പുട്ടി അടിക്കണം. പിന്നെയാണ് ഇനി മറ്റുള്ള കാര്യം. അടിച്ച് മിനുക്കി കൊണ്ടുവന്ന് കല്യാണമൊക്കെ നടത്തി പപ്പടം പടം പായസം കൂട്ടി തിരുമി സന്തോഷമാട്ടി. അത് 6 മാസം കഴിയുമ്പോൾ ആ കിടക്കണം. രണ്ടും 2 വഴി. എന്ത് പ്രയോജനം? എന്ത് പ്രയോജനം? അതുകൊണ്ട് പലരും വിവാഹമൊക്കെ ഇപ്പോൾ ലളിതമാക്കിയിരിക്കുകയാണ്. ഇപ്പൊ പിന്നെ വന്ന് വിവാഹമില്ല. ലിവിങ് ടുഗദറും ഗെറ്റ് ടുഗദറും ഒക്കെ ആയി മാറിയിരിക്കുക. ഇപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ ജീവിക്കാം. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങി. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരമായി. സ്തോത്രം. ഇവിടെ പൗലൂസ് ഈ 24, 25 വാക്യത്തിൽ പറയുന്ന ഒരു പ്രധാന വിഷയമുണ്ട്. അത് ഒരല്പം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ അടുത്ത പ്രാവശ്യം കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന യഹൂദന്മാർക്കിട്ട് ചെയ്യും, ജാതികൾക്ക് പോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. അപ്പോ യേശു ക്രിസ്തു ആരാണ്? ദൈവജ്ഞാനമായ ക്രിസ്തു. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവും ക്രിസ്തുവിലുണ്ട്. ഇതൊരു മർമ്മമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലൂസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം കൂടെ പ്രസ്താവിപ്പാൻ
വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ. എന്താ യേശുക്രിസ്തുവിനെ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയാനുള്ള കാര്യം? യേശുക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് താൻ തന്നെ. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. അപ്പം ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവും നമ്മൾ ക്രിസ്തുവിലാണ് കാണുന്നത്. കൊലോസ്യ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്ന ഒരു 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 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതുകൂടി വായിച്ച് ഞാനങ്ങ് നിർത്താൻ പോവുക. സ്തോത്രം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർവ്വ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ഗുപ്തമായിരിക്കുന്നു. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർവ്വ സമ്പത്തും പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ കൊലോസ്യ സഭയിലെ വിശ്വാസികളെ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. ഇന്നത്തെ പാസ്റ്റർമാരുടെ പോരാട്ടം എന്തിനാണ്? യേശു ക്രിസ്തുവിനെ വിശ്വാസികൾ അറിയണമെന്ന് വെച്ചാണോ പോരാടുന്നത്? അവർ 10 ചക്രത്തിന് വേണ്ടിയുള്ള പോരാട്ടമല്ലേ നടത്തുന്നത്? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ലേ? കടിപിടി കൂടുകയല്ലേ ചെയ്യുന്നത്? 15 ഗൾഫ് വിശ്വാസികളുള്ള പാസ്റ്റർ ചർച്ചിലെ ഒരു പാസ്റ്ററാകാൻ ലക്ഷങ്ങൾ കൊടുത്ത് പാസ്റ്റർ സ്ഥാനം ഏറ്റെടുക്കുക. പാസ്റ്റർ സ്ഥാനം ഏറ്റെടുക്കുന്നതോടുകൂടി ഒരു ഭൂതം കൂടി എൻ്റെ കൂടെ കയറുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു വചനാവസ്ഥയല്ലല്ലോ അതൊന്നും. പണപ്പിശാച് കൂടി എൻ്റെ കൂടെ കയറി, സംശയമില്ല കാര്യത്തിൽ. പിന്നെ പണം 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 പണമെന്ന് വെച്ചായിരിക്കും ഇവിടെ ഓട്ടം മുഴുവൻ. ഹല്ലേലൂയ. കണ്ടില്ലേ, ഒരുത്തൻ പറഞ്ഞു ഞങ്ങളുടെ സഭ വർദ്ധിച്ചുകൊണ്ടിരിക്കുക, ഇഷ്ടം പോലെ കോടിക്കണക്കിന് കാശ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ അസോസിയേഷൻ പാസ്റ്റർമാരുടെ കൂടെ പാസ്റ്റർമാരുടെ ഭാര്യമാരിങ്ങനെ പോയി കുട്ടികൾ പെറ്റുപരി, അങ്ങനെ സഭ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ പോഷത്വം, ഈ അറുപോഷത്വം എങ്ങനെ നാവിൽ നിന്ന് വന്നു? അതേ ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. എൻ്റെ വാക്കുകളെ ഞാനിവിടെ ഉപസരിക്കുക. 35 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നിർത്തി. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കുറേ കട്ടിയായ വിഷയങ്ങൾ കൂടി ചേർത്ത് വരുന്ന ദിവസങ്ങളിൽ 1-2 ക്ലിപ്പുകൾ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷിക്കണമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ കേട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിച്ചെന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം.